രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് താങ്കളുടെ അച്ഛനൊക്കെ ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽ വരുന്നയാൾ, സോഷ്യലിസ്റ്റ് നേതാക്കളുമായി അടുപ്പമുള്ളയാൾ, കഥ കേട്ടിട്ടുള്ളത് ഹെഡ്ഡയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വരെ പോയിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? ഉപ്പ ഒരു ഒരു കടുത്ത സോഷ്യലിസ്റ്റായിരുന്നു. വീട്ടിൽ സോഷ്യലിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ വാങ്ങും, ആനുകാലികങ്ങൾ വാങ്ങും. അവരുടെ ബുക്കുകൾ JPയുടെ, അതുപോലെ പിന്നെ അരങ്ങിൽ ശ്രീധരൻ്റെ, MB വീരേന്ദ്രകുമാറിൻ്റെ, അങ്ങനെ തുടങ്ങി ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുടെ പുസ്തകങ്ങളും ആനുകാലികങ്ങളും എല്ലാം വരുത്തി നിൽക്കുന്നൊരു വീടാണ്. വീട്ടിൽ വെച്ച് ആ ഏരിയയിലെ പഞ്ചായത്തിലെ പെരുവേൽ, അന്ന് പെരുവേൽ പഞ്ചായത്താണ്, ആ പെരുവേൽ പഞ്ചായത്തിലെ സോഷ്യലിസ്റ്റുകളുടെ യോഗം നടക്കുന്ന ഒരു വീടാണ്. ഉപ്പ KSEBിലായിരുന്നു. അപ്പോൾ KSEBിലായിട്ടും സർക്കാർ ജീവനക്കാരനായിട്ടും അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് പ്രകടനത്തിന് പോവില്ല, പബ്ലിക് മീറ്റിങ്ങിൽ സ്റ്റേജിലിരിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല. പക്ഷേ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോയ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. അത് കിരൺ പറഞ്ഞതുപോലെ രാമകൃഷ്ണ ഹെഗ്ഡെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാംഗ്ലൂരിൽ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയപ്പോൾ അന്ന് നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ച്, കാറ് പിടിച്ച് ജ്യേഷ്ഠനെ അടക്കം കൂട്ടിയാണ് അന്ന് ഉപ്പ പോയത്. അതേസമയത്ത് ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന കഥ കോൺഗ്രസിൻ്റെ, മഹാത്മാഗാന്ധിയുടെ, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ കഥകൾ നല്ലപോലെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചുനാളിൽ സ്വാതന്ത്ര്യസമര നേതാക്കന്മാർ, കോൺഗ്രസ്, ഈ ഐഡിയോളജിയെ പറ്റിയും ജീവത്യാഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് കൊച്ചുനാളിലൊരു ശീലമുണ്ട്, ഈ പത്രങ്ങളിൽ അതുപോലെ മാഗസിൻസിലൊക്കെ ചരിത്രപരമായിട്ടുള്ള ഫോട്ടോസും കെട്ടിടങ്ങളൊക്കെ വന്നാൽ അത് വെട്ടിയെടുക്കും, ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുത്ത് അത് ഒട്ടിച്ച് പിന്നെ ഒരു പുസ്തകത്തിൽ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഈ ഒരു ഇതിവൃത്തം സ്വാഭാവികമായി സാമൂഹ്യ പാഠപുസ്തകവും ഉമ്മൻ്റെ ചായവും പിന്നെ ഒരു പറഞ്ഞു തരൽ ഇതെല്ലാം കൂടെ ആയിട്ട്, ഉമ്മക്കൊരു വലിയ വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ആളല്ല. അതേ സമയത്ത് ഉമ്മയുടെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. പറഞ്ഞു തരുന്നത് ആകർഷണീയമായ രീതിയിൽ ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ ഈ രക്തസാക്ഷിത്വവും സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിൻ്റെയും അവിടെ നെഹ്റു വന്നതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു കേട്ടതും ഇതൊക്കെ പറഞ്ഞു തന്ന് ഒരു വീര പരിവേഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. പിന്നെയാണ് ഈ സാമൂഹ്യ പാഠ പുസ്തകങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലുള്ള കടന്നു വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടൊരു കോൺഗ്രസ് പിക്ചറിലേക്ക് നമ്മൾ വരികയാണ്. മനസ്സിൽ വന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഉമ്മൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്, ചെറുപ്പ, മാവൂർ പഞ്ചായത്താണ്. അപ്പോൾ അവിടെ അന്ന് മരിച്ചുപോയ ശിവരാമാഷി, പഴയ KPC മെമ്പർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കണം, പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കാൻ. കൃഷ്ണൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, മാവൂർ പഞ്ചായത്ത് മെമ്പറായിരുന്നു പലവരും. കൃഷ്ണൻ്റെ ആദ്യത്തെ മത്സരം അവിടുന്ന്. അവിടെ അദ്ദേഹത്തെ തീരുമാനിക്കുന്ന യോഗത്തിൽ അന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നു. ലീഡർ വന്ന് മാവൂർ പൊതുയോഗം നടത്തുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് കോളാമ്പി സൈക്കിളിൽ കെട്ടി പ്രചരണം നടത്താൻ ഞങ്ങൾ ആ സൈക്കിളും കോളാമ്പിയൊക്കെ മൈക്കൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തകനായി ഉരുത്തിരിയുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കാലഘട്ടം, ഗുരുവായൂരപ്പൻ കോളേജിലാണ്. എനിക്ക് അത്യാവശ്യം നല്ല നല്ല സൗണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിക്കാൻ അതിപ്പോഴും ഉണ്ടല്ലോ. നിയമസഭയിലൊക്കെ അത്യാവശ്യം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംസാരിക്കുന്ന ആൾ എൻ്റെ പ്രസംഗം മൈക്ക് സമയം കഴിഞ്ഞാൽ ഓഫാക്കും, സ്പീക്കർ ഓഫാക്കിയാലും ഞാനത് കൺക്ലൂഡ് ചെയ്യും. അത് കുറച്ച് സെക്കൻഡേ എടുക്കുള്ളൂ. ആ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് മറുപടി പറയാനും മറ്റുള്ളതിനൊക്കെ ആളുകൾ, മറ്റുള്ള സഹമെമ്പർമാർ എഴുന്നേൽക്കും. അപ്പോൾ ആ സൗണ്ട് അന്നേ ഉണ്ട്. അത് കാരണം നല്ലൊരു അന്ന് മുദ്രാവാക്യം വിളിക്കാൻ, ക്ലാസ്സിൽ പ്രസംഗിക്കാൻ, പ്രസംഗം എൻ്റെ പണ്ട് കാലത്തെ ചെറുപ്പത്തിലുള്ള ക്രൈസാണ്. സാഹിത്യ സമാജങ്ങളിൽ, അതുപോലെ ചെറിയ വായനശാലയുടെ പരിപാടികളിൽ, പിന്നെ മദ്രസകളിലെ പരിപാടികളിൽ, അപ്പോൾ ഇതിലൊക്കെ പ്രസംഗിക്കും.
അപ്പോൾ സബ്ജക്റ്റ് വൈസ് പ്രസംഗം, പുസ്തകം, കുറച്ച് ആനുകാലികങ്ങൾ, വിശാലമായ വായനയില്ല, പക്ഷേ ചെറിയ ചെറിയ വായനയിലൂടെ കിട്ടുന്നതായിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സംസാരിക്കും. അപ്പോൾ ഇതൊക്കെയായി അത്യാവശ്യം പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് പ്രീ ഡിഗ്രി കാലഘട്ടം നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഉപ്പ തീരുമാനിച്ചു ഇവൻ ഇങ്ങനെ പോയാൽ അപകടത്തിൽ പെടും. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠൻ പഠിക്കുന്നത് ദേവരിയാണ്. അപ്പോൾ ദേവരി കോളേജിലേക്ക് എന്നെ ഫോർത്ത് ഗ്രൂപ്പിലാണ് എന്നെ ചേർത്തി. ഫോർത്ത് ഗ്രൂപ്പ് അന്നത്തെ കോമേഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി നല്ല രീതിയിൽ മാറ്റണം. പ്രീ ഡിഗ്രിക്ക് എനിക്ക് കോളേജിൽ 2 ബാച്ചിൽ ഏറ്റവും ടോപ്പറാണ് ഞാൻ. 2 ബാച്ചേ ഉള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് അവിടുന്ന് മെഡലൊക്കെ സമ്മാനിക്കപ്പെട്ട. അപ്പോൾ ഇത് അപകടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നേരെ അവനൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് കരുതി നേരെ ദേവരി കോളേജിൽ കൊണ്ടുപോയി. ദേവരി കോളേജിലെയോ ചെയർമാനൊക്കെ ആയത്? ദേവരി കോളേജിൽ പോയി അവിടുന്ന് യൂണിറ്റ് ഭാരവാഹിയായി, അവിടുന്ന് യൂണിറ്റ് സെക്രട്ടറിയായി, യൂണിറ്റ് പ്രസിഡൻ്റായി. ഞാൻ അവിടെ കോളേജ് യൂണിയൻ ചെയർമാനായി. ഇതിലൊരു രസകരമായ കാര്യം, ഞാനവിടെ യൂണിറ്റ് പ്രസിഡൻ്റായത് വീട്ടിലറിയില്ല, ചെയർമാനായത് ആയി മത്സരിക്കുന്നു. ജ്യേഷ്ഠനില്ലായിരുന്നു അവിടെ? ജ്യേഷ്ഠന് ആ സമയത്തില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് ജ്യേഷ്ഠന് MBBS കിട്ടി, പോയി മെഡിക്കൽ കോളേജിലേക്ക് MBBS പഠനമായിട്ട് പോയി. ഫുൾ സ്വാതന്ത്ര്യമായി. അപ്പോൾ നമുക്ക് വീട്ടിൽ അറിയാനുള്ളതായിരിക്കുന്ന ഒരു വഴിയൊന്നും അപ്പല്ല. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. ഇന്ന് ജെൻസി കുട്ടികളുടെ കൂടെ പാൻറ്റും ഷർട്ടും ബനിയനും ഒക്കെ ഇട്ട് മുടിയൊക്കെ അവരുടെ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ ഒരു ക്ലോത്തിങ് അനുകരിക്കുന്നതായിരിക്കുന്ന ഒരു സമീപനം ഇന്നത്തെ പുതുതലമുറ രാഷ്ട്രീയത്തിനുണ്ട്, കോളേജ് സംവിധാനങ്ങളിലും മറ്റുള്ളത്. പക്ഷെ അന്ന് അതല്ല. അന്ന് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന, കേശു ആണെങ്കിൽ ഖദർ, കേശു ആണ്, ഖദറാണെങ്കിൽ ഒരു വലിയ തലത്തിലെത്തി. അല്ലെങ്കിൽ മിനിമം മുണ്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായി രാഷ്ട്രീയക്കാരായി ഐഡൻറ്റിഫൈ ചെയ്യും. വീട്ടിൽ നിന്ന് എനിക്ക് പാൻസ് മാത്രമേ ഞാൻ പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപ്പ കിരൺ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, വളരെ കർക്കശക്കാരനാണ്. അത്യാവശ്യം നല്ല വീട്ടിൽ ബഹളമൊക്കെ ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ കർക്കശമായി നിയന്ത്രിച്ച് ഞങ്ങൾക്ക് ബസ്സിൻ്റെ കൂലി മാത്രം കയ്യിൽ തന്ന് അതിന് കൃത്യമായി പോയി വരുന്ന രീതിയിൽ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തി നിർവഹിച്ചു പോരുന്ന കർക്കശക്കാരനായിട്ടുള്ള പിതാവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പാൻസൊക്കെ കൊടുത്ത് റെഡിയായി പോരും. എന്തിനാ, ഞാനവിടെ നമ്മുടെ കൂട്ടുകാർ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട്, അത് പ്രൈവറ്റ് വീടാണ്, പുറത്ത്. അവിടെ പോയി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ബസ് ഇറങ്ങി അവിടെ പോയി അവിടുന്ന് പാൻറ്റ് അവിടെ അഴിച്ച് മുണ്ടാക്കി മാറ്റി അങ്ങനെയാണ് അവിടുന്ന് അവരുടെ കൂടെ കോളേജിൽ പോവുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട രാഷ്ട്രീയക്കാരനായി. അങ്ങനെ കോളേജ് യൂണിയൻ ചെയർമാനായി മത്സരിച്ച് ജയിച്ച് മെഡിക്കൽ കോളേജ്, ദേവരി കോളേജിൽ നിന്ന് പ്രകടനം വന്ന് മെഡിക്കൽ കോളേജ് ടൗണിലേക്ക് എത്തി. അപ്പോൾ എന്നെ മത്സരം കടുത്ത മത്സരമായിരുന്നു. എനിക്കെതിരെ ഒരു നിഷ്പക്ഷൻ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു കാൻഡിഡേറ്റിനെ പൊതുവായി എല്ലാവരും കൂടെ നിർത്തുകയായിരുന്നു. അപ്പോൾ കടുത്ത മത്സരം. അപ്പോൾ ആ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആവേശത്തിൽ പിള്ളേർ എന്നെ തോളും കയറ്റിയിട്ടാണ് പോണേ. ഉപ്പൻ്റെ അനിയൻ അവിടെ ഒരു വഴിയോര കച്ചവടം നടത്തുന്നുണ്ട്, ഉന്തുവണ്ടി കച്ചവടം, ചായ സാധനങ്ങളൊക്കെ. മെഡിക്കൽ കോളേജിൽ രാത്രി കച്ചവടം, വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ആരംഭിക്കും, അർദ്ധരാത്രി വരെയുള്ള കച്ചവടം. ആ പുള്ളി ഇങ്ങനെ കാണുകയാണ് എന്നെയും തോളിലേറ്റൊരു പ്രകടനം. അപ്പോഴാണ് അന്തം വിടുന്നത്. പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഉപ്പ പത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതാരടോ എന്ന് ചോദിച്ചു. അപ്പോൾ പേര് കാണിച്ചിട്ട് ദേവഗിരി സിദ്ദിഖ് ചെയർമാൻ ബ്രാക്കറ്റിൽ. അപ്പോൾ എലക്റ്റഡ് ഭാരവാഹികളുടെ ലിസ്റ്റ് ഉണ്ട്. ഇതാരടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തല കുനിച്ചിരുന്നു. അത് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു അപ്പം അവിടെ കുഴപ്പമായി, പ്രശ്നമായി എന്നാണ്. പക്ഷെ ജയിച്ചത് കൊണ്ടാണോ എന്തോന്നറിയില്ല, ഇപ്പോൾ താഴെ കടയിൽ രാവിലെ രാഷ്ട്രീയം പറയും. അപ്പോൾ രാവിലെ ഒരു 6-6:15 മണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങും. രാവിലെ അവിടെ മാധവേട്ടൻ്റെ മരിച്ചുപോയ മാധവേട്ടൻ്റെ കടയുണ്ട്, ആ കട ഇപ്പോഴുണ്ട്.
മോനാ നടത്തുന്നത്, കിഷോറാണ് നടത്തുന്നത്. ആ കടയിൽ രാവിലെ ചായയും അന്നത്തെ പത്രപാരായണവും അതിനെ തുറന്നുള്ള രാഷ്ട്രീയവും നാട്ടിലെ സോഷ്യലിസ്റ്റുകളുടെ കാര്യങ്ങളും ശീലമാണ്. ആ ഒരു ശീലമാണ്. അപ്പോൾ ജയിച്ചത് കൊണ്ട് നാട്ടുകാരെന്തെങ്കിലും നല്ലത് പറഞ്ഞത് കൊണ്ടാണോ എനിക്കറിയില്ല, കുഴപ്പമുണ്ടാക്കിയില്ല. അവിടെ നിന്ന് ആരംഭിച്ച ഒരു പ്രയാണം. അന്നാണ് വീട്ടിൽ അംഗീകരിക്കുന്നത്. അന്നാണ് വീട്ടിൽ ആദ്യമായിട്ട് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം അറിയുന്നതും അംഗീകരിക്കപ്പെടുന്നതുമായ ദിവസമാണ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ദിവസമല്ല.